കേരളത്തിലെ ഉഷ്ണതരംഗ സാധ്യതയ്ക്കും തുടർച്ചയായി ചുട്ടുപൊള്ളിക്കുന്ന ചൂടിനും ആക്കം കൂട്ടിയിരിക്കുകയാണ് അന്തരീക്ഷ പ്രതിഭാസമായ എതിർചുഴലി അഥവാ ആന്റി സൈക്ലോൺ. സംസ്ഥാനത്ത് താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ ഇനി മുതൽ സെൽഫ് ലോക്ക്ഡൌൺ. സംസ്ഥാനത്ത് വേനൽ ചൂടാകട്ടെ ശമനമില്ലാതെ തുടരുകയാണ്. 5 ഇടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന അൾട്രാവയലറ്റ് വികിരണത്തോത് മൂലമുള്ള ഓറഞ്ച് അലർട്ടാണ് 5 ഇടങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തുലാവർഷം കുറഞ്ഞതും തുടക്കത്തിൽ വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതും ഇത്തവണ പ്രതികൂല സാഹചര്യമുണ്ടാക്കി. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതയ്ക്കും തുടർച്ചയായി പൊള്ളലേൽക്കുന്ന ചൂടിനും ആക്കം കൂട്ടിയ അന്തരീക്ഷത്തിലെ പ്രതിഭാസം കൂടിയാണ് എതിർചുഴലി. എതിർചുഴലി ഇപ്പോൾ ദുർബലമായി തുടങ്ങിയെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എതിർചുഴലിയുടെ സ്വാധീനം കുറയുന്നത് കൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കാര്യമായ വേനൽ മഴ പ്രതീക്ഷിക്കുന്നതായി IMD ഡയറക്ടർ കൂടിയായുള്ള നിത കെ ഗോപാൽ വ്യക്തമാക്കി. ഒരാഴ്ച മുൻപ് രൂപപ്പെട്ട എതിർചുഴലി കാരണം കടുത്ത ചൂടിന്റെ ദുരിതത്തിലാണ് ഇപ്പോൾ മിക്ക പ്രദേശങ്ങളും. ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ചൂട് കുറയാത്തൊരു സാഹചര്യമുണ്ടായി. എതിർചുഴലിയുടെ കേരളത്തിലെ സ്വാധീനം ഇങ്ങനെ ദുർബലമാകുന്നതോടെ 28 മുതൽ കാലാവസ്ഥാ വിദഗ്ധർ വ്യാപകമായി വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്നാട് തീരത്ത് ന്യൂനമർദ്ദപ്പാത്തി രൂപം കൊള്ളുന്ന സൂചനയും നൽകിയിട്ടുണ്ട്. തുടർച്ചയായി പാലക്കാട് 40 ഡിഗ്രിക്കടുത്ത് ചൂട് രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ വിദഗ്ധരെ അടക്കം ഏറെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. നിശ്ചിത വർഷം ഒരു പ്രദേശത്ത് ശരാശരി അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ചൂടിൽ 4.5 ഡിഗ്രി കൂടുതലായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കുന്നു എന്നതാണ് രീതി. അതേസമയം സംസ്ഥാനത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന പശ്ചാത്തലത്തിൽ പകൽ 11 മുതൽ 3 വരെ സെൽഫ് ലോക്ക്ഡൌൺ പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി തന്നെ ഈ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.